ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നടന്മാർ ഉൾപ്പെടെ 7 പേർക്കെതിരെ ഇന്ന് അന്വേഷണ സംഘത്തിന് പരാതി നൽകുമെന്ന് നടി മിനു മുനീർ. 2013 മുൻപ് നടന്ന സംഭവമായതിനാൽ തെളിവുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. പരാതി അന്ന് തന്നെ നിർമ്മാതാവ് സജി നന്ദ്യാട്ടിനോട് പറഞ്ഞിരുന്നുവെന്നും മിനു മുനീർ 24-നോട് പറഞ്ഞു. മുകേഷ്, ജയസൂര്യ, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിള്, പിന്നെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പിന്നെ ഒരു ബിച്ചു എന്ന് പറഞ്ഞൊരു പയ്യൻ. 2013 മുമ്പ് ഇത്ര ആൾക്കാരിൽ നിന്നാണ് എനിക്കൊരു ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായത്. അപ്പോൾ അവരുടെ മാത്രം തന്നെ കൊടുക്കുന്നുള്ളൂ, വേറെ ആരും എങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല. തെളിവുകൾ സഹിതം ഇപ്പം എന്നെ ലെറ്റർ എല്ലാം ഡ്രാഫ്റ്റ് ചെയ്തു. ഞാൻ ഈവൻ അഡ്വക്കേറ്റിനെ കാണിച്ചു. അന്വേഷണ സംഘത്തിലെ മാഡം എന്നെ വിളിച്ചു. അപ്പം മാഡം പറഞ്ഞു 7 തന്നെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. അത് ഒറ്റ ഇതല്ല, ഞാൻ ഒറ്റ ഡ്രാഫ്റ്റാണ് ചെയ്തത്. അപ്പം അതല്ല, 7 പേർക്കാണെങ്കിൽ 7 അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, ഇതിപ്പോൾ പല നാളുകളിൽ നടന്ന, പലയിടത്തായി നടന്ന കാര്യങ്ങളൊക്കെയാണ് അവർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത് ഏത് തരത്തിൽ പരാതി നൽകാനാണ് മിനുവിന്റെ നീക്കം? അനുജ, മിനുവിന്റെ പരാതി 2013 മുൻപ് നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കലണ്ടർ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ദുരനുഭവങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് മിനു പറയുന്നത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടന്മാരായ ആളുകൾ ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് മിനുവിന്റെ പരാതി. അത് ആദ്യഘട്ടത്തിൽ ഒരു പരാതിയായി 7 പേരുടെയും പേര് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പരാതിയായാണ് അയച്ചത്. അതിനിടെയാണ് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ വിളിച്ച് 7 പരാതിയായി തന്നെ നൽകണമെന്ന് പറഞ്ഞത്. അതെന്തായാലും അത് ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് 7 പരാതികളും അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നുള്ളതാണ് മിനു മുനീർ പറയുന്നത്. അന്വേഷണ സംഘത്തിന്റെ നിർണായക യോഗം ഇന്ന് നടക്കാനിരിക്കെ കൂടിയാണ് ഈ പരാതി അവർക്ക് മുന്നിലേക്ക് എത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ പരാതിയിൽ കേസെടുക്കുമോ അന്വേഷണ സംഘം, എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഏറ്റവും പ്രധാനമായി മുകേഷ് അടക്കമുള്ള ആളുകളാണ് ഈ പരാതിയിലുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അനുജ, ഇതിൽ അശ്വിൻ, ഒരു സംശയം, ഇതിപ്പോൾ അവർ കൊച്ചിയിൽ പരാതി നൽകാനാണോ നീക്കം നടത്തുന്നത്? അന്വേഷണ സംഘത്തിന് ഇമെയിൽ മുഖേന പരാതി കൈമാറാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അഭിഭാഷകനുമായൊക്കെ ചേർന്ന് ഈ പരാതി ഏതു തരത്തിൽ ഡ്രാഫ്റ്റ് ചെയ്യണമെന്നടക്കമുള്ള ആലോചനകൾ ഇതിനോടകം നടന്നിട്ടുണ്ട്. ഒപ്പം ഈ വാർത്തകൾ വന്നതിന് പിന്നാലെ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഇവരെ നേരിട്ട് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇമെയിൽ മുഖേനയാണ് പരാതി നൽകുന്നത്. ശരി, ഇപ്പോൾ 7 പേർക്ക്, നടന്മാർ ഉൾപ്പെടെ 7 പേർക്കെതിരായ പരാതിയാണ് മിനു മുനീർ ഇന്ന് അന്വേഷണ സംഘത്തിന് കൈമാറുക. ഇക്കാര്യങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇമെയിൽ മുഖേന പരാതി നൽകുമെന്നുള്ളതാണ്. ഒരൊറ്റ പരാതിയായി ആദ്യം ഡ്രാഫ്റ്റ് ചെയ്യുന്നു, പക്ഷെ പിന്നീട് പോലീസിന്റെ ആവശ്യപ്രകാരം അത് 7 പരാതികളായി, വെവ്വേറെ പരാതികളായി ഇമെയിൽ മുഖേന അയക്കും.